ഹൈക്കോടതിയുടെ ആ കാര്യത്തിലെ വിധി ഏറെ സ്വാഗതാർഹമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഈ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിനോട് കൃത്യമായി സമഗ്രമായ അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ജഡ്ജിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതേറെ സ്വാഗതാർഹമാണ്. ഇവിടെ വളരെ പ്രകടമാണ് നമുക്ക് പരാതി ഉന്നയിച്ചയാളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഡനം കണ്ടെടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് അന്വേഷണത്തിൽ നിന്ന് ആദ്യമായി വെളിയിൽ വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സമഗ്രമായൊരു അന്വേഷണം അത്തരത്തിൽ നടക്കുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ്. ആ വിഷയത്തെ സംബന്ധിച്ചോളം ഒരു ചാനലിൽ വാർത്ത വന്നപ്പോഴാണ് വാസുദേവൻ പോറ്റിയുടെ കയ്യിലിരുന്ന ഈ പീഠം തിരിച്ച് വീണ്ടും ഉണ്ണികൃഷ്ണനെ ഏൽപ്പിക്കുന്നതും ഉണ്ണികൃഷ്ണൻ സഹോദരിയുടെ വീട്ടിലേക്ക് പീഠം എത്തിക്കുന്ന സാഹചര്യം എല്ലാം സംജാതമായെന്ന് ഇതിനോടകം തന്നെ വിജിലൻസിൻ്റെ വെളിപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ആസൂത്രിതമായ നീക്കം. ആഗോള അയ്യപ്പ സംഘം നടക്കാൻ കേവലം 5 ദിവസം ബാക്കി നിൽക്കുകയാണ് ആദ്യമായി ഒരു വാർത്ത ഇങ്ങനെ പുറത്ത് ഒരു ചാനലിൽ കൂടി വന്നത്. അത് കണ്ടപ്പോൾ തന്നെയാണ് അതിൽ സൂക്ഷിച്ചിരുന്ന വാസുദേവൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പേടിയുണ്ടായി. ഇത് തൻ്റെ കയ്യിൽ മാറ്റണമെന്ന ബോധത്തിലേക്ക് എത്തി. അത് സംസാരിക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം വിജിലൻസ് കൃത്യമായി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായി ഇത് അന്വേഷിക്കുമ്പോൾ 40 ദിവസക്കാലത്തോളം ഇത് വെളിയിൽ കൊണ്ടുപോയി ചെന്നൈയിൽ കൃത്യമായി സ്വർണം പൂശാന രൂപത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതും അതിൻ്റെ പിന്നിൽ പതിയിരുന്ന ആസൂത്രിതമായ ദുരുദ്ദേശത്തോടുകൂടി നീക്കവും ഇതെല്ലാം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢനീക്കങ്ങളുമെല്ലാം വെളിയിൽ വരാൻ ഏറെ സഹായകരമാണ് ഈ അന്വേഷണം. അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിട്ട ആ ഉത്തരവ് ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ തന്നെ വിജിലൻസാണ്, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെയാണ് അത് അന്വേഷിക്കുക. അത് കൃത്യമായി കാര്യങ്ങളെല്ലാം വെളിയിൽ വരും. അത് ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഒപ്പം ഇത് ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടുമായ എല്ലാ ഉള്ളടക്കങ്ങളും വെളിയിൽ വരട്ടെ. അത് കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. അത് കൃത്യമായി കോടതി അറിയിക്കുകയും ചെയ്തു.